ഹലോ, ഹായ്. സോ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മുത്തുമണികളുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതുതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സോ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ, ലൈഫിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു അടിപൊളി ഒരു വിദ്യയാണ് ഞാനെന്ന് പറയാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മുത്തുമണികളുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങളെല്ലാവരും എൻ്റെ ബാക്കിയുള്ള വ്ളോഗ്സും കൂടെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ്സിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്ലും ഒരുപാട് പേര് ഏൺ ചെയ്ത് തുടങ്ങിയ പിള്ളേരുണ്ടാവും. 10-18 വയസ്സുള്ള ഇപ്പോൾ ഏൺ ചെയ്ത് തുടങ്ങുന്ന പിള്ളേരുണ്ടാവും. അല്ലാതെ ഇതുവരെ സ്വന്തമായിട്ട് കാശ് സൂക്ഷിക്കാതെ, ഇതുവരെ തൻ്റേതായ ആവശ്യങ്ങൾക്ക് കാശൊന്നും സൂക്ഷിക്കാതെ വീട്ടുകാർക്ക് കിട്ടുന്നത് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത്തരക്കാരോട് എങ്ങനെ നമ്മൾ കാശ് സൂക്ഷിക്കണം, എങ്ങനെ നമുക്കായിട്ട്, അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്കായിട്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ സഹോദരനോടോ ഭാര്യയോടോ കൈനീട്ടാതെ നമുക്കായിട്ട് ഒരു കാശ് എങ്ങനെ സൂക്ഷിക്കണം, നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്ത് മറിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് കാശ് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പലരും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാത്ത ഒരാളായിരുന്നു ഞാനും. അപ്പം പിന്നീടാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ട്രാജഡീസിന് ശേഷമൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും മനസ്സിലാവാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പോൾ ഏൺ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അതുപോലെ പ്രായമായിട്ടും 10-40 വയസ്സായിട്ട് ഇപ്പം ജോലിക്ക് പോയിട്ട് സ്വന്തമായിട്ട് ഒന്നും സമ്പാദിക്കാതെ എല്ലാ പിള്ളേർക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ. കാരണം നമ്മൾ പണം ഇല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നമ്മുടെ ഈ മക്കളോ ഭാര്യയോ സമൂഹമോ ഒന്നും പരിഗണിക്കില്ല. ഇപ്പം നമ്മളിപ്പം ഞാനാണെങ്കിലും ഒരു വ്യക്തികളാണെങ്കിലും, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു എക്സാമ്പിൾ, ഇപ്പം എനിക്ക് കുറേ കാശുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്, അച്ഛന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും ആവശ്യങ്ങളുണ്ട്, അവർക്ക് നിറവേറ്റാനും കഴിയും. ഒരുപക്ഷെ ഞാൻ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സമയം വരെ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ പറയുന്ന അനുസരിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെ കേൾക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഞാൻ ഒരു ദിവസം കിടന്നുപോയി, ദൈവമേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു ദിവസം കിടന്നു, ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു ദിവസം ഞാൻ കിടന്നു പോയി നിൽക്കാം. ഈ കിടന്നു പോകുന്ന സമയത്ത് നമ്മൾ മൂത്രമൊഴിക്കുന്നതും എല്ലാം ആ ഒരു ബെഡിൽ തന്നെ ആണെങ്കിൽ, ആ സമയത്ത് നമ്മൾ പറയുന്ന കേൾക്കാനോ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമ്മളൊന്ന് നോക്കാനോ ഈ പറയുന്ന ഒരാളുകളും കാണില്ല. നമ്മളെല്ലാവർക്കും ഒരു ഭാരമായിരിക്കും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടേതായ സേവിങ്സ് കുറച്ചുണ്ടെങ്കിൽ, ഒരാളെ കാശ് കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ നല്ല രീതിയിൽ കാശ് കൊടുക്കുന്നതുകൊണ്ട് അയാൾ നമ്മളെ നല്ല രീതിയിൽ നോക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഒന്നും സ്വന്തമായിട്ട് സേവ് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ശരിക്കും അവർ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഭാരമായിരിക്കും. കാരണം അവരുടെ അടുത്ത് ഒന്നുമില്ല, അവരിനി നോക്കിയിട്ട് ഒരു യൂസും ഇല്ലെന്ന് വീട്ടുകാർക്കറിയാം. അവരിനി ഉയർത്തെഴുന്നേക്കാൻ പോകുന്നില്ലെന്നറിയാം, അവർക്കൊണ്ട് യാതൊരു യൂസും ഇല്ലെന്നറിയാം. അപ്പോൾ അവർ ശരിക്കും ഈ ഭൂമിക്കും അവർക്കൊരു സ്വന്തമായിട്ട് തന്നെ ഒരു ഭാരമായിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം പലർക്കും അങ്ങനെ സംഭവിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിച്ച്, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ച്, കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊക്കെ ഒരുപാട് പേര് ലൈഫിൽ ഒന്നുമില്ലാതെ ഈ എന്താ പറയുക, എല്ലാം തളർന്നിട്ട് കിടക്കുമ്പം വീട്ടുകാർക്കൊരു ഭാരമായിട്ട് അവർക്ക് തന്നെ അവരോട് പുച്ഛം തോന്നുന്ന ഒരു അവസ്ഥയിലോട്ട് പലരും പോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കാര്യം പറയുന്നത്. നമുക്ക് കിട്ടുന്ന കാശ് നമ്മൾ എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ നമ്മളത് കുടുംബത്തിനെയും മക്കളെയും നമുക്ക് സ്വന്തമായിട്ട് സേവിങ്സ് ചെയ്ത് എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് പല ആൾക്കാരും നമുക്ക് സാലറി കിട്ടുമ്പം ആ സാലറിയിൽ വീടിൽ ലോണുണ്ടെങ്കിൽ ലോൺ അടയ്ക്കുന്നു, പിള്ളേരെ കാര്യം നോക്കുന്നു, അല്ല ഭാര്യയുടെ കാര്യം നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈവൻ ഈ അധ്വാനിക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവരെ കയ്യിൽ ഒരു കാശും കാണുകയില്ല. എല്ലാം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ചിലവഴിച്ച് ഇവരെ കയ്യിൽ ഒരു തുട്ട് പോലും, ഒരു നാണയം പോലും ചിലപ്പോൾ അവരുടെ കയ്യിൽ കാണില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, ഇപ്പം എനിക്കിപ്പോൾ ഒരു 35,000 രൂപ സാലറി ഉണ്ടെന്ന് വെച്ചോ, ഞാനിപ്പം മാസത്തിലൊരു 35,000 രൂപ ഏൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഒരു കാരണവശാലും
ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഭാര്യ ചോദിച്ചാലോ അല്ലെങ്കിൽ അമ്മ ചോദിച്ചാലോ അല്ലെങ്കിൽ അച്ഛൻ ചോദിച്ചാലോ അല്ലെങ്കിൽ മക്കൾ ചോദിച്ചാലോ ഒരിക്കലും പറയരുത് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമുക്ക് കിട്ടുന്ന തുക അങ്ങനെ ഒരിക്കലും നമ്മൾ വീട്ടുകാരോട് പറയരുത്. അതാണ് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം നമുക്കൊരു 35,000, ഇപ്പം ഞാനൊരു 35,000 രൂപ ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വീട്ടിൽ പറയണം എനിക്ക് 20,000 രൂപയെ സാലറി ഉള്ളൂ, 20,000 രൂപയെ ഞാൻ ഏൺ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. ബാക്കി 15,000 രൂപ നമ്മൾ നമുക്കായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ 20,000 രൂപയുടെ ഉള്ളിൽ നിന്നുള്ള ചിലവുകൾ മാത്രമേ വീട്ടുകാർ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എൻ്റെ ഭർത്താവിന് ഇത്രയേ തുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ഇത്രയേ തുകയുള്ളൂ, അപ്പോൾ ഇതിന് കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് ഓർത്തിട്ട് അവർ അതിൻ്റെതായ രീതിയിൽ അവർ ജീവിച്ച് പഠിക്കും. ഒരിക്കലും നമ്മളിപ്പോൾ 35,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 40,000 രൂപയുടെ ചിലവ് അവരുണ്ടാക്കി വയ്ക്കും. ഒരിക്കലും അങ്ങനെ പറയരുത്. 35,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ ആ 15,000 രൂപ നിങ്ങൾക്കായിട്ട് സേവ് ചെയ്യാം. നിങ്ങളുടെ വയസ്സാം കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ, നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം നിങ്ങളുടെ സ്വന്തം ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മക്കളും ഭാര്യ ആരാണെങ്കിലും ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് ആ 15,000 രൂപ സേവ് ചെയ്യുക. ബാക്കി 20,000 രൂപ പിള്ളേർ പഠിത്തത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു സാലറി എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം 10,000 രൂപയെന്ന് വെച്ചോ, വീട്ടിലൊരിക്കലും 10,000 രൂപ എന്ന് പറയരുത്. 8,000 രൂപ എന്ന് പറഞ്ഞിട്ട് ഈ 2,000 രൂപ നിങ്ങളുടെ സ്വന്തം പേരിലോട്ട് നിങ്ങൾ ആരും അറിയാതെ, അതായത് ആരും അറിയരുത്, വീട്ടുകാരോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരും അറിയാതെ ഒരു അക്കൗണ്ട് എപ്പോഴും നമുക്ക് വേണം. ആരും അറിയാതെ ഒരു സേവിങ്സ് അക്കൗണ്ട്. അത് പലരും എടുക്കുന്നില്ല. അത് എടുക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടുകാരൊന്നും അറിയാതെ എപ്പോഴും നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് നമുക്ക് വേണം. അതിലോട്ട് ഈ വീട്ടുകാരോട് 10,000 രൂപ കിട്ടുന്നതാണെങ്കിൽ 8,000 കിട്ടുന്നുള്ളതിന് ഈ 2,000 രൂപ നമുക്കായിട്ട് നമ്മൾ സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യാതെ പറ്റിപ്പോയ ഒരാളാണ് ഞാൻ. സോ നിങ്ങൾക്കത് സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വയസ്സാം കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് അധ്വാനിക്കാൻ ശേഷിയുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപക്ഷെ നാളെ നമുക്കൊരു പെട്ടെന്ന് അസുഖം വന്ന് നമ്മൾ ഇരുത്തം വന്നു പോയി കഴിഞ്ഞാലും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഏണിങ്സ് കൊണ്ട് അല്ലെ അതിൻ്റെ പലിശ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. കാരണം മനുഷ്യന് ജീവിക്കണമല്ലോ, കാര്യങ്ങൾ നടക്കണമല്ലോ, അതിന് കാശ് വേണം. നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ മുന്നിൽ ഒരു കൈ നീട്ടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇപ്പം ചിലപ്പോൾ പറയുമായിരിക്കും കാശില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്നേഹം കൊണ്ട് എല്ലാവരും കുടുംബക്കാരൊക്കെ നോക്കൂ എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരു പരിധി വരെയേ ഉള്ളൂ. ഒരു പരിധി വരെ അതിനൊക്കെ ഒരു ആയുസുള്ളൂ. നമ്മുടെ അടുത്ത് കാശുണ്ടോ, നമ്മുടെ അടുത്ത് സ്വത്തുണ്ടോ, നമ്മുടെ അടുത്ത് പണമുണ്ടോ എങ്കിൽ ആൾക്കാരുണ്ട്. അതിപ്പം സഹോദരങ്ങളാണെങ്കിലും ആങ്ങള പെങ്ങളാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും കാശുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവൂ. കാശില്ലെങ്കിൽ നമുക്ക് ഒരു പട്ടിയുടെ വില പോലും ഈ സമൂഹത്തിലോ കുടുംബത്തിലോ എവിടെയും കാണത്തില്ല. അപ്പോൾ കാശ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കാശ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കാശ് കൈകാര്യം ചെയ്യുക. ഒരാൾക്കാർക്കും കടം കൊടുക്കാതിരിക്കുക. 100% നമുക്ക് കിട്ടും ഉറപ്പുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ കടം കൊടുക്കരുത്. ഒരാൾക്ക് പോലും കടം കൊടുക്കരുത്. ഈ കടം കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ശരിക്കും നമ്മളങ്ങ് ആറ്റിലെറിയുന്നത് പോലെയാണ്. ആ പൈസ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം ഒരു കാരണവശാലും നമ്മൾ കാശ് കടം കൊടുക്കാൻ പാടില്ല. പല ആൾക്കാരും കടം കൊടുത്തിട്ട് പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കും, അല്ല ഉറ്റ ബന്ധുക്കളായിരിക്കും, അല്ല അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എത്ര ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാലും കാശ് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹവും ഉണ്ടാവരുത്, കാശ് കടം കൊടുത്തിട്ടുള്ള ഒരു സ്നേഹവും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധങ്ങളും പോവും, നമ്മുടെ കാശും പോവും. അത് പിന്നെ വലിയ ശത്രുതയ്ക്കൊരു ഇടയാക്കും. 10, 20, 30, 50, 500 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിന് മേലുള്ള കാശ് ഒരു കാരണവശാലും ഒരാൾക്കും കടം കൊടുക്കാൻ പാടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഒരുപാട് പേർക്ക് ലൈഫിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി ജീവിച്ച്, മക്കൾക്ക് വേണ്ടി ജീവിച്ച്, വയസ്സാം കാലത്ത് ആരോരും നോക്കാനില്ലാതെ, കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ, ആഗ്രഹിച്ച സാധനം പോലും കഴിക്കാതെ വീടിനുള്ളിൽ ഒരു റൂമിൽ പുഴുത്ത് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരവസ്ഥ നാളെ നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും അറിയാതെ ഒരു പേഴ്സണൽ അക്കൗണ്ട് നമുക്ക് വേണം. പിന്നെ നമുക്ക് കിട്ടുന്ന സാലറി മുഴുവനായിട്ടും വീട്ടിൽ പറയരുത്. കിട്ടുന്നതിൻ്റെ നേരെ പകുതി പറയാം, മറ്റൊരു പകുതി നമുക്ക് സ്വന്തമായിട്ട്
നമ്മൾ സേവ് ചെയ്ത് വെക്കുക. എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുറച്ച് സ്വത്തും കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കാശുണ്ടെങ്കിലോ, നമുക്കിപ്പോൾ മക്കൾ നോക്കിയില്ലെങ്കിലോ, ഭാര്യ നോക്കിയില്ലെങ്കിലോ, ആര് നോക്കിയില്ലെങ്കിലും നമുക്ക് പുറമേ നിന്ന് ഒരാളെ നിർത്തിയിട്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവൂ, കാശുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങളുണ്ടാവൂ. ഒരു പരിധി കൂടുതൽ കാശിന് മാത്രമേ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കൊണ്ടുതരാൻ കഴിയത്തുള്ളൂ. അതെ, പല ആൾക്കാരും പറയും, ഈ വീഡിയോ കാണുമ്പോൾ പറയായിരിക്കും കാശൊന്നുമല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അഭിപ്രായം പറയായിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യം വെച്ചിട്ട്, കാശാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാശുണ്ടെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും, ബന്ധങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, സ്വന്തങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. കാശില്ലെങ്കിൽ ഇവരാരും കാണത്തില്ല, നമ്മളും നമ്മുടെ നിഴലും അല്ലാതെ വേറൊരാളും നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ഓർത്തു. കാരണം ഒരുപാട് പേര് ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിട്ടും പിന്നീട് അവർ വയസ്സാം കാലത്ത് ഒന്നും സ്വന്തമായിട്ട് സേവ് ചെയ്യാതെ ഒരു റൂമിനുള്ളിൽ പഴുത്ത് പുഴുത്ത് എല്ലാവരെയും ശാപവാക്കളിട്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. സോ അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെ മുത്തുമണികളെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് എല്ലാം കയറി കാണുക. റീൽസ് കാണുന്നതിൽ കൂടുതൽ വ്ളോഗ്സ് കാണുക. വ്ളോഗ്സാണ് എനിക്ക് നിങ്ങൾ കാണുമ്പം വളരെ യൂസ്ഫുൾ ആകുക. എനിക്ക് മുമ്പോട്ട് ശക്തമായിട്ട് പോകാനുള്ളത് നിങ്ങൾ വ്ളോഗ്സ് കണ്ടാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് ശക്തമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റീൽസ് കണ്ടിട്ട് അത്രയും എനിക്കൊരു പ്രയോജനമില്ല. അപ്പം വ്ളോഗ്സ് എല്ലാവരും കയറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യണം. അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ ബൈ, അപ്ലും.